മുഗൾ ചക്രവർത്തി അക്ബർ രണ്ടാമന് വേണ്ടി പണം ചോദിക്കാനാണ് രാജാ റാം മോഹൻ റോയ് ഇംഗ്ലണ്ടിലേക്ക് പോയതെന്ന് പലപ്പോഴും ആരോപിക്കപ്പെടാറുണ്ട്. എന്നാൽ ഈ കഥയിൽ എത്രത്തോളം സത്യമുണ്ട്? എന്തുകൊണ്ടാണ് ആ യാത്ര അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ അവസാന യാത്രയായി മാറിയത്? 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സ്വാധീനം രാജ്യം മുഴുവൻ വ്യാപിച്ചിരുന്നു. അതേസമയം മുഗൾ സാമ്രാജ്യം ഡൽഹിയിലെ ചെങ്കോട്ടയിലേക്ക് മാത്രമായി ചുരുങ്ങിപ്പോയിരുന്നു. അവർക്ക് സൈന്യമോ ഭരണാധികാരമോ ഉണ്ടായിരുന്നില്ല. അക്കാലത്ത് 1765 അലഹബാദ് ഉടമ്പടി പ്രകാരം ബംഗാൾ, ബീഹാർ, ഒഡീഷ എന്നിവിടങ്ങളിൽ നിന്നുള്ള വരുമാനത്തിൽ നിന്ന് മുഗളന്മാർക്ക് പ്രതിവർഷം 26 ലക്ഷം രൂപ നൽകാമെന്ന് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ ക്രമേണ കമ്പനി ഈ തുക ഏകദേശം 12 ലക്ഷം രൂപയായി കുറച്ചു. അതായത് നേരിട്ട് 14 ലക്ഷം രൂപയുടെ കുറവ്. മുഗൾ കൊട്ടാരത്തിന്റെ അവസ്ഥ അത്രത്തോളം മോശമായപ്പോൾ രാജകീയ ചെലവുകൾ പോലും നടത്താൻ ബുദ്ധിമുട്ടായി. ഈ സമയത്താണ് പണ്ഡിതൻ എന്നതിലുപരി ബ്രിട്ടീഷുകാരുടെ ഭാഷയും നിയമങ്ങളും നന്നായി അറിയാവുന്ന ഒരാളെ അക്ബർ രണ്ടാമൻ തിരഞ്ഞെടുത്തത്. അതായിരുന്നു രാജാ റാം മോഹൻ. മുഗളന്മാർ അദ്ദേഹത്തിന് രാജ എന്ന പദവി നൽകിയെങ്കിലും ഈ പദവി ബ്രിട്ടീഷ് സർക്കാർ ഔദ്യോഗികമായി അംഗീകരിച്ചിരുന്നില്ല. 1831 ലിവർപൂൾ വഴി അദ്ദേഹം ഇംഗ്ലണ്ടിലെത്തി. അവിടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഡയറക്ടർമാർക്കും ബ്രിട്ടീഷ് പാർലമെന്റ് കമ്മിറ്റികൾക്കും മുന്നിൽ അദ്ദേഹം നിവേദനങ്ങൾ സമർപ്പിച്ചു. ഉടമ്പടി പ്രകാരം മുഗൾ ചക്രവർത്തിക്ക് 26 ലക്ഷം രൂപ ലഭിക്കണമെന്നും നിലവിലെ സാമ്പത്തിക സ്ഥിതി അങ്ങേയറ്റം മോശമാണെന്നും അദ്ദേഹം കൃത്യമായി വാദിച്ചു. 2 വർഷത്തെ നിരന്തര പരിശ്രമങ്ങൾക്കും ചർച്ചകൾക്കും ഒടുവിൽ 1833 സുപ്രധാനമായ തീരുമാനമുണ്ടായി. പെൻഷൻ പ്രതിവർഷം 12 ലക്ഷത്തിൽ നിന്ന് ഏകദേശം 15 ലക്ഷം രൂപയായി ഉയർത്തി. പൂർണ്ണമായ ആവശ്യം അംഗീകരിക്കപ്പെട്ടില്ലെങ്കിലും അക്കാലത്ത് ഏകദേശം 3 ലക്ഷം രൂപയുടെ വർധനവ് വലിയൊരു നേട്ടമായി കണക്കാക്കപ്പെട്ടു. ഇവിടെയാണ് ഈ കഥ രസകരവും വിവാദപരവുമായി മാറുന്നത്. ഒരു വശത്ത് സതി എന്ന അനാചാരത്തെ എതിർത്തും സാമൂഹിക പരിഷ്കരണത്തിന് അടിത്തറയിട്ടും ആധുനിക ഇന്ത്യയെ കെട്ടിപ്പടുക്കാൻ പ്രവർത്തിച്ച അതേ വ്യക്തിയാണ് രാജാ റാം മോഹൻ റോയ്. മറുവശത്ത് ദുർബലനായ ഒരു മുഗൾ ചക്രവർത്തിക്കായി അദ്ദേഹം ബ്രിട്ടീഷുകാരിൽ നിന്ന് സാമ്പത്തിക സഹായം തേടി. ചില ചരിത്രകാരന്മാർ ഇതിനെ അദ്ദേഹത്തിന്റെ നയതന്ത്രപരമായ ഉൾക്കാഴ്ചയുടെ പ്രതിഫലനമായി കാണുന്നു. എന്നാൽ മറ്റു ചിലർ ഇതിനെ ഒരു വൈരുദ്ധ്യമായി കാണുകയും അദ്ദേഹത്തിന്റെ തീരുമാനങ്ങളെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്നു. ഒടുവിൽ 1833 ഇംഗ്ലണ്ടിലെ ബ്രിസ്റ്റോളിൽ വെച്ച് രാജാ റാം മോഹൻ റോയ് അന്തരിച്ചു. അദ്ദേഹത്തിന് ഇന്ത്യയിലേക്ക് മടങ്ങാൻ സാധിച്ചില്ല. ഈ സംഭവ പരമ്പരകളെല്ലാം ചരിത്രപരമായ സത്യങ്ങളാണ്. അദ്ദേഹത്തിന്റെ ഇംഗ്ലണ്ട് യാത്ര, മുഗൾ ചക്രവർത്തിയുടെ പ്രതിനിധിയായത്, പെൻഷൻ വർദ്ധിപ്പിക്കാനുള്ള ശ്രമം എന്നിവയെല്ലാം യഥാർത്ഥമാണ്. എങ്കിലും അദ്ദേഹത്തിന്റെ ഉദ്ദേശങ്ങളെയും ഈ തീരുമാനത്തെയും ഇന്നും പല കാഴ്ചപ്പാടുകളിലൂടെയാണ് ആളുകൾ നോക്കിക്കാണുന്നത്.